പ്രിയപ്പെട്ടവരെ, എല്ലാവരും നിഷ്കളങ്കമായി ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. എന്തിനാണ് നാടൻ പശുക്കൾ വേണമെന്ന് വാശി പിടിക്കുന്നത് എന്ന്. ഞാൻ 10 വർഷമായി നാടൻ പശുക്കളെ വളർത്തുന്ന ഒരു അനുഭവം നിങ്ങളോട് പറയാം. ഈ 10 വർഷത്തിനിടയ്ക്ക് ഇതുവരെയായി ഒരു ആന്റിബയോട്ടിക് പോലും നമ്മുടെ പശുക്കൾക്ക് കൊടുക്കേണ്ടി വന്നിട്ടില്ല. പലപ്പോഴും വലിയ ഫാമുകളിൽ HF പോലുള്ള പശുക്കളെ പല സമയങ്ങളിൽ ആന്റിബയോട്ടിക്കുകൾ കൊടുക്കേണ്ടി വരാറുണ്ട്. ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു ദോഷം എന്ന് പറയുന്നത് ഈ കൊടുക്കുന്ന ആന്റിബയോട്ടിക്കിന്റെ 60% അതിന്റെ പാലിലൂടെ പുറത്തു വരികയും അത് ഉപയോഗിക്കുന്ന ആളുകളുടെ ശരീരത്തിലേക്ക് വരികയും ചെയ്യും. ഇപ്പോൾ അടുത്ത് നമ്മുടെ പേപ്പറിൽ വന്നൊരു ന്യൂസ് ശ്രദ്ധിച്ചിട്ടുണ്ടാവും. കോഴികളിൽ ആന്റിബയോട്ടിക്കിന്റെ അംശം ഭീകരമായി വർദ്ധിച്ചതായിട്ട് ഒരു പഠനം പുറത്തു വരികയുണ്ടായി. അതുകൊണ്ട് തന്നെ ആന്റിബയോട്ടിക്കിനെ റെസിസ്റ്റ് ചെയ്യുന്ന സൂക്ഷ്മജീവികൾ ഇന്ന് ലോകത്തിന് വലിയ വെല്ലുവിളിയായിക്കൊണ്ടിരിക്കുകയാണ്. കാരണം നമ്മുടെ ശരീരത്തിലൊക്കെ ആന്റിബയോട്ടിക്കുകൾ കുമിഞ്ഞുകൂടി അതിനെ പ്രതിരോധിക്കുന്ന തരത്തിൽ നമ്മുടെ സൂക്ഷ്മജീവികൾ കരുത്താർജിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇത്രയും വർഷത്തിനിടക്ക് ഒരു ആന്റിബയോട്ടിക് പോലും കൊടുക്കാതെ ഇവയെ വളർത്താൻ സഹായിച്ചത് ഇത് നാടൻ പശുക്കളാണ് എന്നുള്ളത് കൊണ്ടാണ്. നേരെ മറിച്ച് HF പോലുള്ള പശുക്കൾക്ക് നമുക്ക് ഇത്തരം മരുന്നുകൾ ഉപയോഗിക്കാതെ അവയെ നിലനിർത്താൻ കഴിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതേപോലെ നിഷ്കളങ്കമായ മറ്റൊരു ചോദ്യമാണ്, നമ്മൾ നല്ല പുല്ലും പിന്നെ നാടൻ ഭക്ഷണവുമൊക്കെ കൊടുത്ത് വളർത്തിയാൽ നാടൻ പാല് കിട്ടില്ലേ എന്ന്. ഇത് വളരെ വലിയൊരു തെറ്റിദ്ധാരണയാണ്. കാരണം നമ്മുടെ ജനിതകത്തിൽ, ഓരോ ജീവിയുടെയും ജനിതകത്തിൽ ആ ജീവിയുടെ മുഴുവൻ പ്രത്യേകതകളും ഒരുപക്ഷെ സ്വഭാവം പോലും പല ഘടകങ്ങളും എഴുതി വെച്ചത് നമുക്ക് കാണാം. നമ്മൾ ഓരോ കുടുംബത്തിൽ ജനിച്ച ആളുകൾക്ക് അവരുടേതായ ഒരു പ്രത്യേകത നമുക്കറിയാം. അവരുടെ ഹൈറ്റും വെയിറ്റും നിറവും അതേപോലെ സ്വഭാവവും ഒക്കെ ഇതൊക്കെ നമ്മുടെ കോശങ്ങളിൽ എഴുതി വച്ചിട്ടുണ്ട്. ഈ കോശങ്ങളിൽ എഴുതി വെച്ച ഈ ജനിതകത്തിന്റെ വലിയ ഒരു വിവരശേഖരമുണ്ട്. ഇപ്പൊ ഇവിടെ കാസർഗോഡ് കുള്ളൻ പശുവുണ്ട്. ഈ പശുവിന്റെ പാല് അതിന്റെ കൊഴുപ്പ് പരിശോധിച്ചിട്ട് 4.5% കൊഴുപ്പുണ്ട്. അതേപോലെ നല്ല മധുരമുള്ള പാലാണ് കുള്ളൻ പശുവിന്റെ പാല്. ദഹിക്കാൻ വളരെ എളുപ്പമാണ്. അതുപോലെ ഗീർ പശുവിലേക്ക് വരുമ്പോൾ അതിന് ഒരുപാട് ഗുണങ്ങളുള്ള ഒരു പാലാണ് ഗീർ പശുവിൻ്റെത്. ഇങ്ങനെ ഓരോ പശുവിന്റെയും അതിന്റെ ഇനത്തിനെയും ഒക്കെ അനുസരിച്ച് പാലും അതുപോലെ ചാണകവും മൂത്രവും ഇതിന്റെ ഗുണങ്ങളും അതിലുള്ള സൂക്ഷ്മജീവികളും അതിന്റെ പ്രത്യേകതകളും ഒക്കെ വ്യത്യസ്തമാണ്. അതുകൊണ്ട് തന്നെ ആനയും ആടും പോലെ ഓരോ പശുക്കളും വ്യത്യസ്തരാണ്. ഈ നാടൻ പശുവിന്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നതും മറ്റത് ഉപയോഗിക്കുന്നതും ആരോഗ്യത്തിൽ വളരെ ഡിഫറൻസ് ആണ്. ഒരു പ്രത്യേകത ഇവിടെ കൃത്രിമമായ ഒരു തീറ്റകളും നമ്മൾ കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. കാരണം തീറ്റയിലൂടെ പലപ്പോഴും അഫ്ലാടോക്സിൻ എന്ന് പറയുന്ന ഒരു കെമിക്കല്, ഒരു ടോക്സിൻ നമ്മുടെ പശുക്കളിൽ എത്തുന്നതായിട്ട് പഠനങ്ങൾ പറയുന്നു. അതുപോലെ തീറ്റയിൽ എന്തൊക്കെ ഉൾപ്പെടുത്തുന്നു എന്ന് നമുക്കറിയാത്തത് കൊണ്ട് നമ്മൾ കൂട്ടി ഉണ്ടാക്കുന്ന പിണ്ണാക്ക് പോലുള്ള തീറ്റകൾ മാത്രമാണ് നമ്മൾ കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ശുദ്ധമായ പാലും പാലുൽപ്പന്നങ്ങൾക്കും നാട്ടുനന്മയെ ആശ്രയിക്കാവുന്നതാണ്. പാലിന്റെ അളവിലല്ല ഞങ്ങൾ ശ്രദ്ധിക്കുന്നത്, പാലിന്റെ ഗുണത്തിലാണ് എന്ന് അടിവരയിട്ട് സൂചിപ്പിക്കട്ടെ.